ഹലോ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു പ്ലേ ഏരിയ ആണ്. ഇത് കൊടുങ്ങല്ലൂരിലുള്ള ഒരു പ്ലേ ഏരിയ ആണ്. പീക്കാബു എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടും കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഉള്ളൊരു നല്ല പ്ലേ ഏരിയ ആണ്. ഫസ്റ്റ് തന്നെ ജാനിക്കുട്ടി കയറുന്നത് നമ്മളെ സ്ലൈഡിലാണ്. അപ്പോൾ സ്ലൈഡ് എന്ന് പറഞ്ഞാൽ നല്ല ഗ്രിപ്പ് ഉണ്ട് കേട്ടോ. കുട്ടികളൊന്നും വഴിക്ക് വീഴുകയോ അങ്ങനത്തെ ഒന്നുമില്ല. പിന്നെ അടിയിൽ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ താഴത്ത് പോയാലും ബോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ബോൾസിൻ്റെ അടിയിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ചസാണ്. അപ്പം ഉണ്ട് ജാനിക്കുട്ടി വീണിട്ട് പിന്നെ അതിൽ കിടന്ന് ജാനി കുറേ നേരം കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾക്ക് അവർ എൻട്രി ആകുമ്പോൾ തന്നെ അവർ നമ്മൾക്ക് സോക്സ് പ്രൊവൈഡ് ചെയ്യും. സോക്സിന് 49 റുപ്പീസ് എന്തോ ആണ്. അതവർ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. കാരണം അവിടെ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി നടക്കുമ്പോഴൊക്കെ. പിന്നെ ഇത് 2 ഇയേഴ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് മാത്രമേ ഇതിൻ്റെ അകത്ത് എൻട്രി ഉള്ളൂ കേട്ടോ. 200 ആണ് എൻട്രി ഫീസ് കേട്ടോ. ജാനിക്കുട്ടിയുടെ അടുത്ത് പോണത് നമ്മളുടെ സീസോ പോലത്തെ ഒരു റൈഡിലാണ്. അതിൽ ഞാനാണ് നിന്ന് പ്രസ് ചെയ്യുന്ന. ജാനി നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അടിയിലും അവർ മാറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ വീണാലും ആ മാറ്റിലേക്ക് വീഴുള്ളൂ. ഫുൾ നല്ല സേഫ്റ്റി മെഷേഴ്സ് ഉള്ള ഒരു ഇൻഡോർ പ്ലേ ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. നെക്സ്റ്റ് ജാനിക്കുട്ടി കയറുന്ന കാർ. ജാനിയുടെ ഫേവറേറ്റ് ആണ് കാർ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കാലുകൊണ്ട് പുഷ് ചെയ്ത് കൊടുത്താൽ കാറ് മൂവ് ആയിക്കോളെ. ജാനിക്ക് ആദ്യം മനസ്സിലായില്ല, പിന്നെ അവള് അത് കോപ്പപ്പ് ചെയ്ത് മൂവ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഒരു സൈക്കിള് പോലത്തെ ഒരു ചെറിയൊരു റൈഡാണ്. നമ്മളിങ്ങനെ അതും കാലുകൊണ്ട് ഇങ്ങനെ മൂവ് ചെയ്താൽ അവര് റോഡ് പോലൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മാപ്പിൽ കൂടെ ഒക്കെ നമുക്ക് അത് റൈഡ് ചെയ്തൊക്കെ പോവാം. പിന്നെ നമ്മളുടെ റിങ് ഉണ്ട്. പിന്നെ വേറൊരു കാറ്. ഇതും നമ്മളിങ്ങനെ കാലുകൊണ്ട് തന്നെ പുഷ് ചെയ്താൽ ഇങ്ങനെ മൂവ് ചെയ്യുന്നതാണ്. എടുത്തു പറയേണ്ടത് അവിടുത്തെ സ്റ്റാഫ് ഉണ്ടാവും. കാരണം അവർ ഓരോരോ കുട്ടികൾക്കും എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏതൊക്കെ ടോയ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അതൊക്കെ നന്നായിട്ട് പറഞ്ഞു കൊടുക്കേ. പിന്നെ ടോയ്സ് ഒക്കെ കുട്ടികൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെക്കേണ്ടത്. ഇപ്പോൾ ഈ കാണുന്നത് ഒരു ട്രീയിൽ ബോൾസ് നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്നതാണ്. അതൊക്കെ അവർ ഇങ്ങനെ നമ്മൾക്ക് ക്ഷമയോടുകൂടി കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ജാനി കുറേ ട്രൈ ചെയ്തു കേട്ടോ, സ്റ്റിക്ക് ചെയ്യാനും റിമൂവ് ചെയ്യാനും. ശരിക്കും ജാനി ഇവിടെ നന്നായിട്ട് എൻജോയ് ചെയ്തേ. 2 hours ആണ് ഇതിൻ്റെ അകത്ത് നമുക്ക് കയറാൻ പറ്റുക. 2 hoursന് 250 സംതിങ് ആണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ 250 പേര് വീണ്ടും 2 hours ഇരിക്കാം. ജാനിക്കുട്ടി കുറേ സ്റ്റിക്ക് ചെയ്തു, പിന്നെ അവൾ തന്നെ റിമൂവ് ചെയ്തു, അങ്ങനെ കളിക്കായിരുന്നേ. നെക്സ്റ്റ് ഇത് അവൾക്കൊന്നും മനസ്സിലായില്ല. പിന്നെ അവിടുത്തെ സ്റ്റാഫാണ് അവൾക്ക് പറഞ്ഞു കൊടുത്തത്. ഇതാണ് അവളുടെ മോസ്റ്റ് ഫേവറേറ്റ് കിച്ചൺ, ഒരു ഹോം കിച്ചൺ അങ്ങനത്തെ. അവളതിൽ കുറേ നേരം ഇരുന്ന് കുക്ക് ചെയ്തും അങ്ങനെ കളിച്ച്. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ കുക്കിംഗ് എസെൻഷ്യൽസും പിന്നെന്താ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അവളെല്ലായിടത്ത് നന്നായിട്ട് എൻജോയ് ചെയ്ത് കളിച്ച് കുറേ നേരം അവൾ അതിൻ്റെ അകത്ത് ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു. ഓരോന്നൊക്കെ കുക്ക് ചെയ്ത് നമുക്ക് സെർവ് ചെയ്തൊക്കെ തരുന്നുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് അവളിരുന്ന് കുക്ക് ചെയ്തിട്ട് പുറത്തു കൂടെ നമുക്ക് തരായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ബ്ലോക്സ് നമ്മൾ വീട്ടിൽ ചെറിയ ചെറിയ ബ്ലോക്സിലൊക്കെയാണ്, അത് വലിയ ബ്ലോക്സ് ആയിരുന്നു. പിന്നെ അവൾ അടുത്ത് എൻജോയ് ചെയ്തത് ഈ ഗെയിമാണ്. കുറേ നേരം ജാനിക്കുട്ടി ഗെയിം കളിച്ചോട്ടാ. ഇതിങ്ങനെ ഒരു ബൈക്കിൽ വന്നിട്ട് ഒരു സ്ലൈഡ് പോലെ താഴോട്ടൊക്കെ മൂവ് ചെയ്യുന്നതാണ്. പിന്നെ ഒരു കുതിര. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും അവൾ ബോൾസിൽ പോയിട്ട് വലിയ വലിയ സ്ലൈഡിലൊക്കെ കയറാൻ തുടങ്ങി. ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ചെറിയ റിങ് പോലത്തെ സ്ലൈഡിലൊക്കെ കയറിയത്. ഇതവൾ ഒറ്റയ്ക്ക് കയറിപ്പോയി. അകത്ത് നിന്ന് കയറാൻ കുറച്ച് പാടുണ്ടായിരുന്നു, എന്നാലും അവൾ പിടിച്ച് ഇങ്ങനെ കയറി. നമ്മൾ പാരൻസിന് വേണമെങ്കിലും കുട്ടികളെ കൂടെ പോയി ഹെൽപ്പ് ചെയ്യാം കേട്ടോ. അതല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫ് നന്നായിട്ട് കുട്ടികൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും ഗെയിം എങ്ങനെ സ്ലൈഡിൽ പോകേണ്ടത്. അതൊക്കെ ഇതൊരു ഹൈഡ് ആൻഡ് സീക്ക് പോലത്തെ ഉള്ള ഒരു ഗെയിം കൂടിയാണ്. സ്ലൈഡ് കം ഹൈഡ് ആൻഡ് സീക്ക് പോലത്തെ ഒരു ഗെയിമാണ്. ജാനി ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ചെറിയ പേടി പോലെ ഉണ്ടായിരുന്നു, കാരണം ഒറ്റയ്ക്ക് കയറി വന്നിട്ടല്ലേ കളിക്കുന്നത്. പിന്നെ അവൾ ഓക്കെ ആയിട്ടാ കണ്ട, താഴത്തേക്ക് വീണാലും ഒരു പ്രശ്നവും. പിന്നെ അവൾ ഓക്കെ ആയിട്ടാ. ലാസ്റ്റ് 2 hours കഴിഞ്ഞിട്ടും അവൾ അവിടെ നിന്ന് വരുന്നേ ഉണ്ടായിരുന്നില്ല. വീണ്ടും ഫസ്റ്റത്തെ റൈഡിലൊക്കെ പോയി കുറേ നേരം ബോൾസിലൊക്കെ കളിച്ചു കേട്ടോ. പിന്നെ അവൾ ഒറ്റയ്ക്ക് ചെയർ ഗെയിം ഒക്കെ കളിക്കുന്നുണ്ടേ. ജാനിക്കുട്ടി കുറേ ശ്രമിക്കുന്നുണ്ട്, എന്നാലും അവൾ ഗിവ് അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നില്ല കേട്ടോ. കുറേ ശ്രമിച്ചു.
ലാസ്റ്റ് അവൾ ബോൾ ഇട്ടിട്ട് ടയേർഡായി. അവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് ഹൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ അവൾക്ക് ബോൾ ഇടാൻ പറ്റിയിട്ടാ. അവൾ നല്ല ഹാപ്പി ആയേ. പിന്നെ അവൾ ഡിഫറെൻറ്റ് ബോൾസ് ആണ് ട്രൈ ചെയ്യാൻ പോണേ. ഈ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തപ്പോൾ ജാനിക്കുട്ടി നല്ല ഹാപ്പി ആയിട്ടോ. ജാനിക്കുട്ടി മാത്രമല്ല കേട്ടോ, ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. ഇത് ജസ്റ്റ് ഒരു 2 hours ഓഫ് ഇൻഡോർ പ്ലേ ആണ്. പക്ഷെ എന്താ പറയുക, കുട്ടികളും ഹാപ്പി, നമ്മളും ഹാപ്പി. ഞങ്ങളുടെ ഈ ഒരു ചെറിയ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.